ന്യൂയോർക്ക് മേയർ മംദാനിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ സംഭാഷണവും കൂടിക്കാഴ്ചയും കൗതുകത്തോടെ കണ്ടുനിന്നിരുന്നു ലോകം. ഇതിന് സമാനമായിരുന്നു പോയ വാരം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി നടത്തിയ കൂടിക്കാഴ്ചയും ചർച്ചയും പ്രഖ്യാപനങ്ങളും. എന്തൊക്കെയാണ് സൗദി അറേബ്യ അവിടെ നിലപാടായി പറഞ്ഞത്? അതിന് മറുപടിയായി ട്രംപ് പറഞ്ഞത് എന്തെല്ലാമായിരുന്നു? ഒടുവിൽ സൗദി അറേബ്യക്ക് വേണ്ടതെല്ലാം ഏതെല്ലാം തരത്തിലാണ് US പ്രഖ്യാപിച്ചിരിക്കുന്നത്? അതിൻ്റെ വിശദാംശങ്ങളാണ് ആദ്യം. ഒരു സുഹൃത്തിനെ US സ്വീകരിച്ച വാരമായിരുന്നു ഇത്. ഇഷ്ടപ്പെട്ടവന് വേണ്ടി എന്തും പ്രതിരോധിക്കുന്ന, എന്തും നടത്താൻ ഒരുക്കവുമുള്ള മനസ്സുള്ള ഡൊണാൾഡ് ട്രംപ് എന്ന US പ്രസിഡന്റ് സൗദി കിരീടാവകാശിയെ സ്വീകരിച്ചത് ഇങ്ങനെയാണ്. ഇന്നും പാശ്ചാത്യ രാജ്യങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിലാണ് പല അറബ് രാഷ്ട്രങ്ങളും. അതിന് പല കാരണങ്ങളും രണ്ട് പക്ഷത്തിനും പറയാനുമുണ്ട്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അമേരിക്കൻ സന്ദർശനം 7 വർഷത്തിന് ശേഷമാണ്. അതായത് തുർക്കിയിൽ വെച്ച് മാധ്യമപ്രവർത്തകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് ശേഷം ആദ്യമായുള്ള സന്ദർശനം. ട്രംപ് പക്ഷേ കിരീടാവകാശിക്ക് എല്ലാ തരത്തിലുമുള്ള സംരക്ഷണവും ഒരുക്കിയതായിരുന്നു ഈ സ്വീകരണം. കിരീടാവകാശി കാറിൽ നിന്നും ഇറങ്ങിയത് മുതൽ അത് പ്രകടമായിരുന്നു. വൈറ്റ് ഹൗസിന്റെ മുറ്റത്ത് അശ്വാരൂഢ പട, മേലെ വ്യോമസേനയുടെ സല്യൂട്ട്, മുറ്റത്ത് പീരങ്കി കൊണ്ട് ആചാരവെടി. ഇങ്ങനെയൊരു സ്വീകരണം US സമീപകാലത്ത് കണ്ടിട്ടില്ല. ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനിയെ വരെ ഉൾക്കൊള്ളാവുന്ന ഒരു ഹൃദയമുണ്ട് ഇപ്പോൾ ട്രംപിന്. അദ്ദേഹത്തോട് അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് പോലും അത് പരസ്യമായി പ്രകടിപ്പിക്കാവുന്ന ഒരു സ്പേസ് അദ്ദേഹം തുറന്നിടുന്നു. ഇറാൻ വിഷയത്തിലും ഗസ യുദ്ധം ലംഘനം തുടരുന്നുവെങ്കിലും കരാറിലെത്തുന്നതിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഹമാസുമായി ചർച്ച ചെയ്യാനുമൊക്കെയുള്ള മനസ്സ്. ട്രംപ് എന്ന US പ്രസിഡന്റിന്റെ ജീവചരിത്രം ആ നിലക്കെല്ലാം കൗതുകങ്ങളുടേത് കൂടിയാണ്. ഒറ്റ നിൽപ്പിൽ രണ്ടിടത്തേക്കും നിൽക്കാനുള്ള കഴിവ് കൂടി അദ്ദേഹത്തിനുണ്ട്. അതേക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുമുണ്ട്. ഒരു പ്രസിഡന്റ് എന്നതിലുപരി മികച്ച ഒരു ബിസിനസ്സുകാരനായി ട്രംപിന് മാറാൻ സാധിക്കുന്നതും ഈ ഫ്ലെക്സിബിലിറ്റി കൊണ്ട് തന്നെയാണ്. അതിന്റെ ഉദാഹരണം കൂടിയായിരുന്നു മംദാനിയുടെ കൂടിക്കാഴ്ചക്ക് മുന്നേ നടന്ന സൗദി കിരീടാവകാശിയുമായുള്ള കൂടിക്കാഴ്ച. ഫലസ്തീൻ വിഷയത്തിൽ സൗദി നിലപാട് ആവർത്തിച്ച കൂടിക്കാഴ്ചയായിരുന്നു ഇത്. അത് കേട്ടു നിൽക്കുന്ന ട്രംപിനെ അന്ന് ലോകം കണ്ടു. സൗദി അറേബ്യ ഏകപക്ഷീയമായി ഇസ്രായേലുമായി ബന്ധത്തിലേക്ക് പോയാൽ തന്നെയും അതിനെ പ്രതിരോധിക്കാൻ വിവിധ രാജ്യങ്ങളെത്തും. അത് അധികം വൈകാതെ സംഭവിക്കുകയും ചെയ്യും. പല അറബ് രാജ്യങ്ങളും ഇങ്ങനെ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ നേരത്തെ പ്രഖ്യാപിച്ച നിലപാടിൽ നിൽക്കാൻ സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ വാക്കുകളെ ആഘോഷിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സൗദി ജനത. അവിടെ സംഭവിച്ചത് ഇതായിരുന്നു. വൈറ്റ് ഹൗസിലെത്തിയ ശേഷം US പ്രസിഡന്റ് ട്രംപുമായി സൗദി കിരീടാവകാശി ഫലസ്തീൻ വിഷയത്തിൽ പ്രാഥമിക ചർച്ച നടത്തിയിരുന്നു. അബ്രഹാം അക്കോർഡിലേക്ക് സൗദിയെ എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ട്രംപ്. വൻ പടക്കോപ്പുകളും ആയുധ കരാറുകളും ഇതിന് പകരമായി സൗദിക്ക് US നിന്നും ഓഫർ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് സൗദി നിലപാട് പറഞ്ഞത്. അബ്രഹാം അക്കോർഡിൽ ചേരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞായിരുന്നു സൗദി കിരീടാവകാശിയുടെ തുടക്കം. പക്ഷേ ദ്വിരാഷ്ട്ര ഫോർമുല ഉറപ്പാക്കിയേ ബന്ധത്തിലേക്ക് പോകാനാകൂ എന്ന് കിരീടാവകാശി ട്രംപിന്റെ സാന്നിധ്യത്തിൽ തുറന്നു പറഞ്ഞു.
All of these countries, it's a good thing, and we want to be part of the Ibrahim Accord, but we want also to be sure that we secure a clear path of two-state solution. And today we have a healthy discussion with Mr. President that we're going to work on that to be sure that we can prepare the right situation as soon as possible to have that. ഫലസ്തീന് രാഷ്ട്രമൊരുക്കാനുള്ള വഴിയിലേക്കുള്ള ആരോഗ്യകരമായ ചർച്ച ട്രംപുമായി നടത്തിയതായും കിരീടാവകാശി ചൂണ്ടിക്കാട്ടി. ഇതോടെ ദ്വിരാഷ്ട്ര ഫോർമുല ഉൾപ്പെടെ അബ്രഹാം അക്കോർഡിന്റെ ഭാഗമാക്കാൻ ചർച്ച നടത്തുന്നതായി ട്രംപിന്റെ മറുപടി. We've had a very good talk of the Abraham Accords. We talked about one state, two state. We talked about a lot of things in a short period of time. We'll be discussing it further too. കിരീടാവകാശി ഇങ്ങനെ പറഞ്ഞതിൽ സ്വാഭാവികമായും ട്രംപിന് വിഷമമുണ്ട്. പക്ഷേ അബ്രഹാം അക്കോർഡിനെ കുറിച്ച് സൗദിക്ക് നല്ല അഭിപ്രായമല്ലേ ഉള്ളതെന്ന് സൗദി നിലപാട് പറഞ്ഞപ്പോൾ ട്രംപിന്റെ മറുചോദ്യം, ഇസ്രായേലിനും ഫലസ്തീനും സമാധാനം വേണം, അതിലേക്ക് എത്തണമെന്നായിരുന്നു കിരീടാവകാശിയുടെ മറുപടി. Yes, definitely, Mr. President. We want peace for the Israelis. We want peace for the Palestinians. We want them to coexist peacefully in the region, and we will do our best to reach that day. ഫലസ്തീൻ രാഷ്ട്ര നീക്കം ഒരു നിലക്കും അംഗീകരിക്കില്ലെന്നാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപിത നിലപാട്. സൗദി നിലപാട് പരസ്യമാക്കിയതോടെ വിഷയത്തിൽ ഇസ്രായേൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ട്രംപിന് മറ്റു വഴി നോക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം മേഖലയിൽ ഇരുവരെയും അടുപ്പിച്ച് താൽപര്യം സംരക്ഷിക്കാനുള്ള US നീക്കം പാളും. ആയുധ പാക്കേജ് അടക്കം സ്വപ്നതുല്യമായ പ്രതിരോധ കരാർ ഓഫർ ചെയ്തായിരുന്നു US സൗദിയെ ഇസ്രായേലുമായി അടുപ്പിക്കാൻ നേരത്തെ ശ്രമിച്ചത്. പക്ഷേ സ്ഥിതിഗതികൾ മാറി മറിഞ്ഞതോടെ അതിൽ ട്രംപ് വിട്ടുവീഴ്ച ചെയ്തു. ഇസ്രായേലുമായി ബന്ധമില്ലാതെ തന്നെ ആവശ്യമായ പടക്കോപ്പുകൾ സൗദിക്ക് നൽകാമെന്ന നിലപാടിലേക്ക് എത്തിയ ട്രംപ് അതിന് പകരമായി സൗദി നൽകിയത് വലിയ വ്യാപാര കരാറുകളായിരുന്നു. സൗദിയുമായുള്ള വ്യാപാര ഇടപാടിലും ട്രംപ് അകമഴിഞ്ഞ പിന്തുണ കിരീടാവകാശിക്ക് നൽകി. കിരീടാവകാശിക്കെതിരായ ചോദ്യങ്ങളെ അദ്ദേഹം പ്രതിരോധിച്ചു. സൗദി ഈ വർഷം ട്രംപിന്റെ സൗദി സന്ദർശനത്തിൽ പ്രഖ്യാപിച്ച $600 ബില്യൺ നിക്ഷേപം $1 ട്രില്യൺ ആക്കുമെന്ന് കിരീടാവകാശി കൂടിക്കാഴ്ചക്കിടെ അറിയിച്ചു. ഇതിന് പിന്നാലെ ട്രംപ് സൗദിക്കുള്ള പ്രതിരോധ പാക്കേജുകളും പ്രഖ്യാപിച്ചു തുടങ്ങി. നേരത്തെ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിച്ചാൽ മാത്രം ലഭിക്കുമെന്ന് പറഞ്ഞ F-35 ഉൾപ്പെടെ പ്രതിരോധ പാക്കേജാണ് സൗദിക്ക് പ്രഖ്യാപിച്ചത്. ഇസ്രായേലിന്റെ സൈനിക ശക്തിയെ ആരും മറികടക്കാത്ത പോളിസിയാണ് നേരത്തെ മുതൽ US-നുള്ളത്. എന്നാൽ ഇസ്രായേലിനുള്ള അതേ ആയുധങ്ങൾ തന്നെ സൗദിക്ക് നൽകുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത്തരം തീരുമാനം ദേശസുരക്ഷാ താൽപര്യത്തിന് വിരുദ്ധമാകില്ലേ എന്ന ചോദ്യത്തിന് ട്രംപിന്റെ മറുപടി ഇതായിരുന്നു. When you invest $1 trillion, that's national security for us too, because it creates jobs, it creates a lot of things. And I would say, Scott, right, when you hear one country is putting $1 trillion into the United States, that creates national security. And I think that they don't have to say that, but I think a big part of that is also the fact that tariffs are in play. But even beyond tariffs, that's a real ally that will do that. Creates a lot of power for the United States. F-35 യുദ്ധവിമാനത്തിന് വ്യത്യസ്ത മോഡലുകളുണ്ട്. അതിൽ ഏറ്റവും അത്യാധുനിക മോഡലുകളുള്ളത് ഇസ്രായേലിനാണ്. സൗദിക്ക് നൽകുന്നത് അടിസ്ഥാന മോഡലാണ്. ഇത്തരം മോഡലുകളിൽ സ്വന്തം സാങ്കേതിക വിദ്യ കൂടി ചേർത്താണ് ഇസ്രായേൽ ഉപയോഗിക്കുന്നത്. സൗദി ആദ്യമായി ഓർഡർ നൽകിയ അതിലുള്ളത് 48 യുദ്ധവിമാനങ്ങളാണ്. ഇതേ വിമാനങ്ങൾ ഇസ്രായേലിന്റെ കൈവശം ഉണ്ട്. ലോകത്തെ ഏറ്റവും അത്യാധുനിക മോഡലാണ് ഇവ. ഇതിനാൽ മിലിറ്ററി എഡ്ജ് ഇസ്രായേലിന് വേണ്ടി തന്നെ തുടരും. പക്ഷേ US-ന്റെ പരമ്പരാഗത പോളിസി സൗദിക്ക് വേണ്ടി മാറ്റാൻ ട്രംപ് തയ്യാറായി എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. US കോൺഗ്രസും ഡെമോക്രാറ്റുകളും എതിർക്കുമെന്നതിനാൽ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയായിരിക്കും സൗദിക്ക് ആയുധ കൈമാറ്റത്തിന് ട്രംപ് ശ്രമിക്കുക. കോൺഗ്രസിന്റെ പ്രതിരോധം തടയാനാണിത്. ഈ ആശങ്ക സൗദിക്കുമുണ്ട്. അത് പൂർണ്ണമായും തടയാൻ US ശ്രമിക്കില്ല എന്നാണ് സൂചന. US തടഞ്ഞാൽ ബൈഡൻ കാലത്ത് ചെയ്ത പോലെ സൗദി ചൈനയെയും റഷ്യയെയും കൊറിയയെയുമെല്ലാം സമീപിക്കും.
ഇതിനാൽ ഉറ്റ സുഹൃത്തായ സൗദിയെ അടുപ്പിച്ചു നിർത്താനുള്ള ശ്രമം ട്രംപ് തുടരും. $1 ട്രില്യൺ ബിസിനസ് കളയാൻ ട്രംപ് വെറുമൊരു പ്രസിഡന്റ് മാത്രമല്ല, സൗദിയിലടക്കം സാമ്പത്തിക നോട്ടമുള്ള വ്യാപാര ബിസിനസ്സുകാരൻ കൂടിയാണ്. അതുകൊണ്ടാണ് പ്രോട്ടോകോൾ പാലിക്കാതെ പരമ്പരാഗത വസ്ത്രമണിഞ്ഞ് വൈറ്റ് ഹൌസ് ഡിന്നറിനെത്തിയ സൗദി കിരീടാവകാശിയെ സ്വീകരിക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നത്. യുഎസിലേക്കുള്ള യാത്രക്ക് മുന്നേ സൗദിക്ക് ഇറാൻ പ്രസിഡന്റിന്റെ കത്ത് ലഭിച്ചിരുന്നു. അതിന്റെ ഉള്ളടക്കം വ്യക്തമല്ല. പക്ഷെ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ യുഎസുമായുള്ള തുടർ ചർച്ചയ്ക്ക് വഴിയൊരുക്കണമെന്നതാണ് ഇതിന്റെ ഉള്ളടക്കമെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാനെ ഇനിയും ആക്രമിക്കുമെന്ന് ഭീഷണി കഴിഞ്ഞ ദിവസം മുഴക്കിയ ട്രംപ് ഈ കൂടിക്കാഴ്ചയിൽ നേരെ മറുകണ്ഠം ചാടി. ഇറാനുമായി ഓപ്പൺ ചർച്ചയ്ക്ക് തയ്യാറെന്ന് മറുപടി. അതിനെ കിരീടാവകാശിയും പിന്തുണച്ചു. We will do our best to help to reach a deal between the rest of America and Iran, and we believe it's good for Iran's future to have a good deal that will satisfy the region and the world and the rest of America. So we will do our best to see that they happen. ഇസ്രായേലടക്കം സമീപ രാജ്യങ്ങളുമായി സംഘർഷത്തിലേക്ക് പോകാതെ സമാധാനമുള്ള മിഡിൽ ഈസ്റ്റിലേക്ക് വേണ്ടതെല്ലാം ചെയ്യുമെന്ന് സൗദി ആവർത്തിക്കുന്നുണ്ട്. ഫലസ്തീൻ രാഷ്ട്രം പിറക്കാതെ അതിന് പരിഹാരമാകില്ലെന്ന് സൗദി ആവർത്തിക്കുന്നു. മിക്ക GCC രാജ്യങ്ങളെയും സാമ്പത്തികമായി മോശമായി ബാധിച്ച യുദ്ധം കൂടിയായിരുന്നു ഗസയിലേത്. ഇതിനാൽ ഈ സംഘർഷം പെട്ടെന്ന് തീരില്ലെന്ന ബോധ്യവും സൗദിക്കുണ്ട്. ഗസയിലേക്കുള്ള സമാധാന സൈന്യത്തിൽ സൗദി ഉണ്ടാകുമെന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും അവ്യക്തത ബാക്കിയാണ്. ഇസ്രായേലുമായി ഏകപക്ഷീയമായി കൈകോർത്താൽ എത്ര തടഞ്ഞാലും സംഘർഷം പടരുകയല്ലാതെ അടങ്ങുകയില്ലെന്നും മേഖലയിലെ വലിയ രാജ്യമായ സൗദിക്കറിയാം. നിലപാടിൽ നിന്ന് നിലപാട് പറയാനാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് രാഷ്ട്രീയമായി കിരീടാവകാശി കൂടുതൽ മെച്ചപ്പെട്ട ഫ്രെയിമിലേക്ക് മാറിയ, പ്രതിരോധ രംഗത്ത് നേട്ടമുണ്ടാക്കിയ ഒരു സന്ദർശനം കൂടിയാണ് ഇങ്ങനെ പൂർത്തിയാകുന്നത്.